ജന്മവാസനകളാണ് ഒരുവനെ കള്ളനാക്കി തീർക്കുന്നതെന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വാസനാവികൃതിയെ അടിസ്ഥാനമാക്കി ഉപന്യാസം തയ്യാറാക്കുക. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ആദ്യ ചെറുകഥയും ഇതുതന്നെയാണ്. ഹാസ്യാത്മകമായ അവതരണ ശൈലി കൊണ്ടും പ്രമേയത്തിലെ ലാളിത്യം കൊണ്ടും മികവുറ്റ കഥാപാത്ര സൃഷ്ടി കൊണ്ടും വിശ്വസനീയമായ രീതിയിൽ കഥ പറയാനുള്ള സാമർത്ഥ്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ചെറുകഥയാണ് വാസനാവികൃതി. മക്കത്തായ വഴിക്കും മരുമക്കത്തായ വഴിക്കും ജന്മസിദ്ധി കിട്ടിയ കഴിവാണ് മോഷണത്തിനുള്ള വാസന. കഥാനായകൻ ഒരു മോഷ്ടാവായിരുന്നു. കഥാനായകന്റെ ഓർമ്മകളിലൂടെയാണ് കഥയുടെ വളർച്ച. മോഷണകലയിൽ അതിസമർത്ഥനും ബുദ്ധിശാലിയുമാണെന്ന് അഭിമാനിക്കുമ്പോഴും ശ്രദ്ധക്കുറവിനാൽ വിഡ്ഢിത്തം ചെയ്ത് പോലീസിന്റെ പിടിയിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത് പുറത്തിറങ്ങിയ ഇക്കണ്ടക്കുറുപ്പ് ചെയ്തുപോയ വിഡ്ഢിത്തത്തെ ഓർത്ത് ലജ്ജിക്കുകയാണ്. പൂർവികരായ വലിയ മോഷ്ടാക്കൾക്ക് പേരുദോഷം വരുത്തിയ താൻ ഇനി ഈ പണി ചെയ്യുകയില്ല എന്ന് തീർച്ചപ്പെടുത്തുന്നു. ചെയ്തുപോയ പാപങ്ങൾ തീരാനുള്ള ഉള്ളിലുള്ള പാരമ്പര്യമായി കിട്ടിയ വാസന പോകാനായി ഗംഗാസ്നാനവും കാശി വിശ്വനാഥ ദർശനവും നടത്താൻ തീരുമാനിക്കുകയാണ് കഥയിൽ. ഈ കഥയിൽ കളവ്, വഞ്ചന, മോഷണം, അമളി, കുറ്റാന്വേഷണം, കോടതി വ്യവഹാരം, ഏറ്റുപറച്ചിൽ തുടങ്ങിയവയെല്ലാം വിവരിക്കുന്നുണ്ട്. എന്നാൽ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മനുഷ്യന്റെ മാറ്റത്തെക്കുറിച്ചും ഇതിൽ പറയുന്നു. പാരമ്പര്യമായി ലഭിച്ച കള്ളനാവാനുള്ള യോഗവും വാസനയും അതികീമമായതിനാൽ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ മോഷണങ്ങൾ പതിവായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ കോണകം കക്കാറുണ്ടെന്നും നന്നായി പ്രഹരം കൊള്ളാറുണ്ടെന്നും കഥാനായകൻ പറയുന്നു. 20 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും പ്രകൃതം മാറുകയും ചില്ലറ കളവുകൾ വിട്ട് വൻകിട മോഷണങ്ങൾ നടത്തി തുടങ്ങുകയും ചെയ്തു. തീവട്ടിക്കൊള്ളയും ഒറ്റക്ക് പോയുള്ള കളവും, ഇങ്ങനെ 2 വിധം കളവുകൾ ഉള്ളതിൽ ഒറ്റക്ക് പോയി കളവ് നടത്തുകയായിരുന്നു ശീലം. ചെന്നിടത്തെല്ലാം ധാരാളം സമ്പാദിക്കാനും കഴിഞ്ഞു. തൃശ്ശൂർ പേരൂരിനടുത്ത് ഒരു നമ്പൂതിരി ഇല്ലത്ത് ഗൃഹനാഥനായ നമ്പൂതിരിയുടെ മകനെ തന്നെ ഒറ്റുകാരനാക്കി വലിയ കളവ് നടത്തുന്നു. അതിൽ നമ്പൂതിരി കൊല്ലപ്പെടുകയും ചെയ്തു. ജന്മവാസനകളാണ് ഒരാളെ കള്ളനാക്കി തീർക്കുന്നത് എന്ന അഭിപ്രായത്തോട് ഒരിക്കലും യോജിക്കാനാകില്ല. ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളാണ് അവനെ കള്ളനാക്കുന്നതും നല്ലവനാക്കുന്നതും. ഈ കഥയിലെ ഇക്കണ്ടക്കുറുപ്പിനെ തന്നെ നേർവഴിയിലാക്കാൻ കുടുംബം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് കള്ളത്തരത്തോടായിരുന്നു കൂടുതൽ ഇഷ്ടം. എന്നാൽ കഥയുടെ അവസാനത്തിൽ താൻ ഇനി ഈ കളവുമായി മുന്നോട്ട് പോകില്ലെന്നും നല്ലവനായി ജീവിക്കാൻ തീരുമാനിക്കുകയാണെന്നും അദ്ദേഹം ഏറ്റുപറയുന്നുണ്ട്.